വർഷത്തെ നമ്മുടെ റുബാബിൻ്റെ വിളവെടുപ്പ് തുടങ്ങാൻ പോവാണ്. കണ്ടോ, ഇതാണ് റുബാബ്. ഞാൻ കഴിഞ്ഞ വർഷം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതെല്ലാ വർഷവും ഈ സമയത്താണ് ഇങ്ങനെ വളർന്നു വരുന്നത്. ഇത് നമ്മുടെ ചേമ്പീൻ്റെ താള് കറി വയ്ക്കണ പോലെ നമുക്ക് ചെമ്മീനിട്ട് കറി വയ്ക്കാം. പിന്നെ അതുപോലെ നമുക്ക് വേണമെങ്കിൽ ചമ്മന്തി അരയ്ക്കാം, അച്ചാറിടാം. പക്ഷേ ഞാൻ കൂടുതലും ഈ ചെമ്മീനിട്ടുള്ള കറിയാണ്. അപ്പോൾ നമുക്ക് പുളി കിട്ടേണ്ടത്, ഇത് നല്ല പുളിയാണ്. ഇവിടെയുള്ളവരെ ഡിസേർട്ട് ഉണ്ടാക്കും. അപ്പം ഇന്നിത് പറിച്ചെടുക്കാൻ പോകാം കേട്ടോ. ഞാനിത് മുഴുവൻ ഇങ്ങോട്ട് മുറിച്ചെടുത്തു. നമ്മളിതിൻ്റെ ഇല വെട്ടി കളഞ്ഞു കേട്ടോ. ഇനി ഇല ഞാനിത് കളയത്തില്ല, ഞാനിവിടെ തന്നെ അതിൻ്റെ ചൂട്ടിൽ തന്നെ ഇട്ടേക്കും, അത് വളമായിട്ട് വരും. അപ്പം പിന്നെ ഞാൻ ഇത്രയും തഴച്ച് വളരാനുള്ളൊരു സീക്രട്ട് ചെയ്തായിരുന്നു. നമ്മുടെ ഫുഡ് വേസ്റ്റൊക്കെ ഉണ്ടല്ലോ, ഞാൻ ചുമ്മാ ഒരു പഴയ കാലിയായിട്ടുള്ളൊരു കളയാനിട്ടിരുന്നൊരു ബക്കറ്റിൻ്റെ അകത്തോട്ട് ഒരു നല്ലതായിട്ട് കുറേ തുള ഉണ്ടാക്കി വെച്ച് ഫുഡ് വേസ്റ്റും പിന്നെ നമ്മുടെ പുല്ലും എല്ലാം കൂടെ വെട്ടി ഇതിലേക്ക് കൊണ്ടിട്ട് അതിൻ്റെ മുകളിൽ ഇച്ചിരി മണ്ണിട്ട്, അപ്പോൾ അതിൻ്റെ സ്ലറി എല്ലാം ഇതിലേക്ക് വീണ് ഇപ്പോൾ കണ്ടോ നല്ല ഡ്രൈ ആയാൽ നമുക്കൊരു കമ്പോസ്റ്റായിട്ട് എടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇതിന് നല്ല വളം കിട്ടുകയും ചെയ്തു. അപ്പോൾ ഇതൊക്കെ ചെറിയ സീക്രട്ടുകൾ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാം. ഞാൻ എന്താണ്ടില്ലേ നമ്മുടെ പേറിൻ്റെയും പ്ലമ്മിൻ്റെയൊക്കെ ചുവട്ടിലിങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് കണ്ട ഇത്രയും കിട്ടിയിട്ടുണ്ട്, ഇത്രയും റുബാബ് കിട്ടി. ഇത് ഇഷ്ടംപോലെ ഉണ്ട്. ഇത് നല്ലതായിട്ട് കുറേ കറി വയ്ക്കാനുള്ളതുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും എൻ്റെ വീടിൻ്റെ അടുത്തുള്ളവർ, അതായത് അയർലൻഡിലെ ആഡംസ്റ്റോളിൻ്റെ അടുത്തുള്ള ഭയങ്കര കാരണം കേട്ടോ, അടുത്തുള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ തരാൻ കേട്ടോ. എൻ്റെ ഇനി 2 ചുവട് മുറിക്കാനുണ്ട്. പിന്നെ നമ്മുടെ റോസാക്കുട്ടന്മാരൊക്കെ ഇപ്പോൾ അതുപോലെ നല്ല സുന്ദരന്മാരായിട്ട് ഇതെൻ്റെ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നു. അതുപോലെ തന്നെ കണ്ടോ, എല്ലാ കളേഴ്സും നല്ല സുന്ദരന്മാരായിട്ട് ഇപ്പോഴും നിൽപ്പുണ്ട്. അത് തീർന്നിട്ടില്ല ഇതുവരെയായിട്ട്. ഇപ്പോൾ എനിക്കിഷ്ടപ്പെട്ട വേറൊരു കളർ തന്നെ ഇപ്പോൾ പൂവുണ്ടായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്ത ബ്യൂട്ടി, അതായത് ഇപ്പോൾ ഡാലിയയുടെ സമയമാണ്. ഡാലിയയുടെ നല്ല പൂക്കളായിട്ട് വന്നു തുടങ്ങി, ചില കളേഴ്സ് വരാനുണ്ട്. പിന്നെ നമ്മുടെ ചെറി കഴിഞ്ഞ ദിവസം ഞാൻ പറിച്ചായിരുന്നു. പിന്നെ പേറ്, പ്ലം, ആപ്പിൾ ഒക്കെ ഉണ്ടായി വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ഹൈഡ്രാഞ്ചിയും എല്ലാം ഉണ്ട്. പിന്നെ ഇന്ന് ഫുള്ള് ഞാൻ ഗാർഡനിലായിരുന്നു കേട്ടോ. ഇന്ന് ഞാൻ ഈ വർഷം മാത്രമേ സമ്മറിൽ നാട്ടിൽ പോകത്തുള്ളൂ. അപ്പോൾ വിചാരിച്ചു എന്നാൽ ഈ വർഷം നമ്മുടെ നാട്ടിലെ കുറച്ച് ചെടികളൊക്കെ ഒന്ന് ട്രൈ ചെയ്തേക്കാമെന്ന്. അതല്ല ചെടികളല്ല, പച്ചക്കറികൾ. അപ്പം പിടിക്കുമെന്ന് തോന്നണില്ല, അയർലൻഡിലെ വെതറിനനുസരിച്ച് നമുക്ക് ഗ്രീൻ ഹൗസിലേക്കാണ് പിടിക്കുകയുള്ളൂ. പിന്നെ ഞങ്ങൾക്കിവിടെ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് അധികം നമുക്കൊന്നും നടാൻ പറ്റില്ല. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഞാൻ മിക്കവാറും അയൽവക്കത്തെ എൻ്റെ വലതുവശത്തുള്ളവൻ്റെയും ഇടതുവശത്തുള്ളവൻ്റെയും മതിൽ പൊളിക്കേണ്ടി വരും. കാരണം എനിക്കൊരു ശകലം പോലും സ്ഥലമില്ല. ഇതെല്ലാം ഇങ്ങനെ നിറച്ച് വെച്ചേക്കുവാണ്. അവസാനം ഞാൻ തേണ്ട ഈ ഗാർഡൻ ടേബിളിൻ്റെ മുകളിലോട്ടാണ് ഇതെല്ലാം വെച്ചിരിക്കുന്നത്. ഇനി അടുത്ത ട്രിപ്പ് വെക്കേണ്ടി വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അയൽവക്കംകാരുടെ മാതിരി മിക്കവാറും പൊളിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ റുബാബിൻ്റെ വിശേഷങ്ങൾ. റുബാബ് ഞാൻ പറഞ്ഞല്ലോ, ആർക്കെങ്കിലും തൊട്ടടുത്തുള്ള ആർക്കെങ്കിലും 1-2 പേർക്ക് വേണമെങ്കിൽ ഞാൻ തരാം. ഇനി ഞാനിത് കറി വയ്പ്പം കാണിക്കാം. കഴിഞ്ഞ വർഷം തന്നെ ഞാൻ പറഞ്ഞായിരുന്നു കറി വയ്ക്കുമ്പോൾ കാണിക്കാമെന്ന്. പക്ഷേ എനിക്ക് കാണിക്കാനുള്ള കറി വെച്ച വീഡിയോ ഇട്ടില്ലെന്ന് തോന്നണം. ഈ വർഷം ഞാൻ കറി വെച്ചിട്ട് കാണിക്കാം കേട്ടോ. അപ്പോൾ അടുത്ത വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോ കാണാം. അപ്പോൾ ബായ്.